നമസ്കാരം. എറണാകുളം കോന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ ജോർജ് കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് ജോർജ് എറണാകുളം സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന് സമീപത്ത് വെച്ച് ഈ സ്ത്രീയെ കാണുന്നത്. ഭാര്യയും മകളും വീട്ടിലില്ലാത്തതിനാൽ കൂടെ കൂട്ടി. കൊള്ള നടത്തിയത് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നുവെന്ന് ഒടുവിൽ പ്രതി സമ്മതിക്കുകയായിരുന്നു. ജോർജിന്റെ ഭാര്യ മകളുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് പോയതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ആ തക്കം നോക്കിയാണ് രാത്രി എറണാകുളം സൗത്തിൽ നിന്ന് ലൈംഗിക തൊഴിലാളിയായ ബിന്ദുവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി ജോർജ് വീട്ടിലെത്തിച്ചത്. വിലപേശലിനൊടുവിൽ 500 രൂപ തരാമെന്ന് വാക്ക് പറഞ്ഞാണ് ബിന്ദുവിനെ ജോർജ് വീട്ടിൽ കൊണ്ടുവന്നത്. ഭക്ഷണം വാങ്ങിച്ച് വീട്ടിലെത്തിയ ശേഷം ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിന്നാലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ പിന്നീട് സ്ത്രീ പണം ചോദിച്ചതോടെ ജോർജിന്റെ മട്ട് മാറി. പണമില്ലാതെ വീട്ടിൽ നിന്നും തിരികെ പോവില്ലെന്ന് പറഞ്ഞ സ്ത്രീയെ ജോർജ് കമ്പിപ്പാര കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു ജോർജ്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ കമ്പിപ്പാരയെടുത്ത് ബിന്ദുവിന്റെ തലക്കടിച്ചു. രണ്ടാമത്തെ അടിയിലാണ് ബിന്ദു മരണത്തിന് കീഴടങ്ങിയത്. പുറത്തെ ഡ്രെയിനേജിൽ ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. പുലർച്ചെ 4:30 സമീപത്തെത്തി ചാക്ക് ചോദിച്ചു. പട്ടിയെ മറവ് ചെയ്യാനെന്നാണ് പറഞ്ഞത്. ശേഷം വീട്ടിലെത്തി കിടപ്പുമുറിയിൽ നിന്നും സ്ത്രീയുടെ കഴുത്തിൽ കയർ കെട്ടി വലിച്ചു. എന്നാൽ പാതി വഴിയിലെത്തിയതോടെ ഇയാൾ തളർന്ന് പാതി മയക്കത്തിലായി. അങ്ങനെ മതിലിനോട് ചേർന്ന് ചാരിയിരുന്നു. അർദ്ധനഗ്നമായ മൃതദേഹത്തിനടുത്ത് തളർന്നുറങ്ങുന്ന ജോർജിനെ ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ആദ്യം കണ്ടത്. സ്ത്രീയുടെ തലയിൽ അടിയേറ്റ ലക്ഷണമുണ്ട്. ശരീരത്തിൽ പലയിടത്തും മുറിവുകളുമുണ്ട്. ചാക്കിലാക്കിയ മൃതദേഹം വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനും ശ്രമം നടത്തി. മദ്യലഹരിയിലാണെന്ന് പറയുമ്പോഴും പ്രതി ജോർജ് ആദ്യം കുറ്റം സമ്മതിച്ചില്ല. മൃതദേഹം മറ്റാരോ കൊണ്ടുവന്നിട്ടതാണെന്നും ഇത് കണ്ട് താൻ തലകറങ്ങി ഇരുന്ന് പോയതാണെന്നുമാണ് ഇയാൾ പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ സാഹചര്യ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളും ജോർജാണ് പ്രതി എന്ന കാര്യം ഉറപ്പിച്ചിരുന്നു. പുലർച്ചെ 3:00 സമീപത്തെ വീട്ടുകളിൽ ജോർജ് ചാക്ക് അന്വേഷിച്ചെത്തിയിരുന്നു. വീടിനടുത്ത് ആരോ ചത്ത പട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നും അതിനെ കൊണ്ടുപോയി കളയാനാണ് ചാക്കെന്നുമാണ് ജോർജ് പറഞ്ഞത്. പിന്നീട് ചാക്ക് വാങ്ങിയ കാര്യം അപ്പക്കട നടത്തുന്ന സന്തോഷ് സ്ഥിരീകരിച്ചു. തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ചാക്കിലാണ് മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചതെന്നും സന്തോഷ് വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും ചോദ്യം ചെയ്തതോടെ ജോർജ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. പിന്നീട് ജോർജിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തുകയും ചെയ്തു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഫോണും പേഴ്സും ഇവിടെ നിന്നും കിട്ടി. ഇതുവഴിയാണ് കൊല്ലപ്പെട്ടത് പാലക്കാട് സ്വദേശിനിയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. മദ്യപിച്ചു കഴിഞ്ഞാൽ ജോർജിന്റെ സ്വഭാവം മോശമാണെന്നും തരികിടയാണെന്നും നാട്ടുകാരിൽ ചിലർ പറയുന്നു. 61 വയസ്സുകാരനായ ജോർജ് പ്രായമായ രോഗികളെ ശുശ്രൂഷിക്കാനായി പോകുന്നയാളാണ്. മകൻ UK-യിലാണ്. മകൾക്കൊപ്പമാണ് ഭാര്യ നിലവിൽ താമസിക്കുന്നത്. അതേസമയം ജോർജിന്റെ പേരിൽ മറ്റ് ക്രിമിനൽ കേസുകളൊന്നുമില്ലെന്നും പോലീസ് പറഞ്ഞു.